കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഇടതുപക്ഷം, വലതുപക്ഷം എന്നിവ. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ CPM നേതൃത്വം നൽകുന്ന മുന്നണിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് LDF എന്ന് ഔദ്യോഗികമായി വിളിക്കുമ്പോൾ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി വലതുപക്ഷം എന്നല്ല, മറിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി, അതായത് UDF എന്നാണ് അറിയപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയത്തെ നിർവചിക്കുന്ന ഈ ഇടത്, വലത് എന്നീ വാക്കുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പലരോടും ഈ ചോദ്യം ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം ലഭിക്കണമെന്നില്ല. തികച്ചും ആകസ്മികമായി ഒരു അസംബ്ലിയിലെ ഇരിപ്പിടത്തിന്റെ സ്ഥാനത്തു നിന്ന് രൂപപ്പെട്ട ഈ വാക്കുകൾ ഇന്ന് ലോകത്തെ മുഴുവൻ വേർതിരിക്കുന്ന ആശയങ്ങളായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ആശയപരമായ ചേരിതിരിവുകളെ സൂചിപ്പിക്കാനാണ് ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത്. സോഷ്യലിസം, പുരോഗമനവാദം, സാമ്പത്തിക സമത്വം, തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനം എന്നിവയ്ക്കായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് പൊതുവെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. ഭരണകൂടം ജനങ്ങളുടെ ക്ഷേമത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സമ്പത്ത് സമൂഹത്തിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടണമെന്നും ഇവർ വിശ്വസിക്കുന്നു. മറുവശത്ത് പാരമ്പര്യം, നിലവിലെ സാമൂഹിക വ്യവസ്ഥകൾ, മതം, സംസ്കാരം എന്നിവ സംരക്ഷിക്കപ്പെടണമെന്നാഗ്രഹിക്കുന്നവരാണ് വലതുപക്ഷക്കാർ. വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനും സ്വകാര്യ സംരംഭങ്ങൾക്കും സ്വതന്ത്ര വിപണിക്കും ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഭരണകൂടത്തിന്റെ ഇടപെടൽ പരമാവധി കുറയ്ക്കണമെന്നാണ് വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾ വാദിക്കുന്നത്. മാറ്റങ്ങളെ വേഗത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ ഇടതെന്നും മാറ്റങ്ങളോട് മുഖം തിരിച്ച് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരെ വലതെന്നും ലളിതമായി നമുക്ക് നിർവചിക്കാം. ഇടതുപക്ഷത്തിന് എങ്ങനെ ആ പേര് ലഭിച്ചു എന്നതിൻ്റെ ചരിത്രം വളരെ രസകരമാണ്. പ്രാചീന റോമൻ സെനറ്റുകളിലെ പബ്ലിയന്മാരുടെയും, അതായത് സാധാരണക്കാരുടെയും, പെട്രീഷ്യന്മാരുടെയും, അതായത് പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങളുമായി പലപ്പോഴും ഇതിനെ ബന്ധപ്പെടുത്തി പറയാറുണ്ടെങ്കിലും രാഷ്ട്രീയ ചരിത്രകാരന്മാർ അതൊരു മിഥ്യാധാരണയായാണ് കണക്കാക്കുന്നത്. ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിൽ ഈ പദങ്ങളുടെ കൃത്യമായ ഉത്ഭവം നടന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ 1789. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കത്തിൽ രാജ്യത്തിന്റെ പുതിയ ഭരണഘടന തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ നടന്ന ഒരു ചരിത്രപരമായ സംഭവമാണ് ഇതിനാധാരം. അന്ന് ഫ്രഞ്ച് രാജാവായ ലൂയി 16 വീറ്റോ അധികാരം നൽകണമോ അതോ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കണമോ എന്ന വിഷയത്തിൽ അസംബ്ലിയിൽ വലിയ തർക്കം നടന്നു. അസംബ്ലി പ്രസിഡന്റിന്റെ വലതുപക്ഷത്തുള്ള ഇരിപ്പിടത്തിൽ രാജഭരണത്തെ അനുകൂലിക്കുന്നവരും മതനേതാക്കളും നിലവിലെ വ്യവസ്ഥകൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രഭുക്കന്മാരും യാഥാസ്ഥിതികരും ഇരുന്നു. എന്നാൽ പ്രസിഡന്റിന്റെ ഇടതുവശത്ത് ഇരുന്നത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരും രാജാവിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കി ജനകീയ ഭരണം കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന വിപ്ലവകാരികളുമായിരുന്നു. തികച്ചും സ്വാഭാവികമായി സംഭവിച്ച ഈ ഇരിപ്പിട ക്രമീകരണമാണ് ലോക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയത്. അസംബ്ലിയിലെ ഈ ഇരിപ്പിട ക്രമീകരണം പിന്നീട് ഒരു സ്ഥിരം ശീലമായി മാറി. പത്രമാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വിപ്ലവകാരികളെ ഇടതുപക്ഷക്കാർ എന്നും രാജഭക്തരെ വലതുപക്ഷക്കാരെന്നും വിശേഷിപ്പിക്കാൻ തുടങ്ങി. കാലക്രമേണ ഫ്രാൻസിൽ നിന്ന് ഈ പ്രയോഗം യൂറോപ്പിലാകെ പടർന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലും രാജവാഴ്ചയെ എതിർക്കുന്ന ജനകീയ പ്രതിനിധികളുടെ സ്ഥാനം ഇടതുവശത്ത് തന്നെയായിരുന്നു. 19-ാം നൂറ്റാണ്ടോടെ ലോകമെമ്പാടുമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളും കാൾ മാർക്സിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷമെന്ന പേരിൽ സ്വയം അടയാളപ്പെടുത്താൻ തുടങ്ങി. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടുകയും ചെയ്യുന്നവരെല്ലാം ലോകമെമ്പാടും ഇടതുപക്ഷമായി പരക്കെ അംഗീകരിക്കപ്പെട്ടു. മറുഭാഗത്ത് മുതലാളിത്തത്തെയും പരമ്പരാഗത അധികാര ഘടനകളെയും അനുകൂലിക്കുന്നവരെ വലതുപക്ഷമെന്നും വിളിച്ചുപോന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വലിയ തോതിൽ ഒന്നിച്ചു നിന്നിരുന്നു. ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിലും അവബോധം സൃഷ്ടിക്കുന്നതിലും ഇരുകൂട്ടരും വലിയ പങ്കുവഹിച്ചു. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഈ ഒത്തുപോകൽ അവസാനിക്കുകയും തികച്ചും വ്യത്യസ്തമായ രണ്ട് ആശയധാരകളായി ഇവർ മാറുകയും ചെയ്തു. ഭരണത്തിൽ വന്ന കോൺഗ്രസ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു മധ്യ വലതുപക്ഷ സ്വഭാവം കാണിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണ്ണമായും ഇടതുപക്ഷ നയങ്ങൾ പിന്തുടർന്നു. ഇന്ത്യയിൽ ഒരു കാലത്ത് പശ്ചിമബംഗാൾ, ത്രിപുര, കേരളം തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും, എന്തിന് പാർലമെന്റിൽ പോലും ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മാത്രമാണ് ഇന്ന് ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടവും ഭരണവുമുള്ളത്. ഈ തകർച്ചയ്ക്ക് പല കാരണങ്ങളുണ്ട്. മത, ജാതി വിഭാഗങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തി തുടങ്ങിയത് തിരിച്ചറിയുന്നതിൽ വന്ന വീഴ്ചകളും ആശയപരമായ നവീകരണത്തിന്റെ അഭാവവും പ്രധാന കാരണങ്ങളാണ്. മാറുന്ന സാങ്കേതിക വിദ്യയോടും പുതിയ തലമുറയുടെ ചിന്താഗതികളോടും ചേർന്ന് നിൽക്കാൻ കഴിയാത്തത് ഇടതുപക്ഷത്തെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ദുർബലപ്പെടുത്തി എന്ന് ഇടതുപക്ഷ ചിന്തകർ തന്നെ സ്വയം വിമർശനമായി വിലയിരുത്തുന്നുണ്ട്. ഇന്ന് ലോകമെമ്പാടും വലതുപക്ഷ ആശയങ്ങൾ കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
യൂറോപ്പിലായാലും അമേരിക്കയിലായാലും തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാരത്തിലേക്ക് കടന്നുവരുന്നു. ഇന്ത്യയിലും സാമ്പത്തിക ഉദാരവൽക്കരണത്തോടൊപ്പം സാംസ്കാരിക ദേശീയതയിൽ ഊന്നിയുള്ള വലതുപക്ഷ രാഷ്ട്രീയമാണ് ഇപ്പോൾ വലിയ ആധിപത്യം പുലർത്തുന്നത്. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആശയങ്ങൾ എത്ര മഹത്തരമാണെങ്കിലും കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവ പെട്ടെന്ന് അപ്രസക്തമാകും. ഒരു കാലത്ത് വിപ്ലവത്തിൻ്റെ തീപ്പൊരിയായിരുന്ന ഇടത് എന്ന വാക്കിന് ഇന്നത്തെ കാലത്ത് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കുകയും പരിസ്ഥിതി തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനവും പോലെയുള്ള പുതിയ വെല്ലുവിളികൾ മനുഷ്യരാശിക്ക് മേൽ ഉയരുകയും ചെയ്യുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിലെ പഴയ ഇടത് വലത് വിഭജനങ്ങൾ മാത്രം പോരാതെ വരും. ചരിത്രം നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യത്വത്തിലും ശാസ്ത്രത്തിലും ഊന്നിയുള്ള പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഇനി ലോകത്തിന് ആവശ്യമെന്ന് ഈ ആശയങ്ങളുടെ പരിണാമം നമ്മെ ചിന്തിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.